ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പം നിൽക്കുന്നത് മാഞ്ചസ്റ്ററിലെ ആർട്ട് ഗാലറിയുടെ മുന്നിലാണ്. ലോകത്തിലെ തന്നെ പ്രശസ്തമായ കലാകാരന്മാർ വരച്ച ചിത്രങ്ങളും കൈകൊണ്ട് നെയ്തെടുത്ത തുണിത്തരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ട് ഉണ്ട്. മാഞ്ചസ്റ്ററിലെ ഓക്സ്ഫോർഡ് റോഡിൽ MRI ഹോസ്പിറ്റലിനും എതിർവശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ ഏകദേശം ഗാലറിയുടെ മുന്നിലാണ് ഇപ്പോൾ. 500 മീറ്റർ മാത്രം മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ദൂരത്തിലാണ് ഇവയുള്ളത്. അതിമനോഹരമായ ഒരു പുരാതന ബിൽഡിങ്ങിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിലേക്കുള്ള പ്രവേശനം ഫ്രീ ആണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഇവിടെ പ്രവേശിക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അതിമനോഹരമായി വൃത്തിയോടും ഭംഗിയോടും കൂടിയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വീകരിക്കുക വന്ന റിസപ്ഷനിസ്റ്റിനെയും അവിടെ ജോലി ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളും ഇവിടെ ഉള്ളതായിട്ട് നമുക്കറിയാം. അത്യാവശ്യം ബാത്റൂമിൽ പോകേണ്ടവർക്ക് പോകാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിമനോഹരമായ ചിത്രങ്ങളും അവയുടെ പതിപ്പുകളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് മേടിക്കാനുള്ള ചിത്രങ്ങളും ഇവിടെ ലഭ്യമാണ്. ആര് ഏത് സമയത്ത് വരച്ചു എന്ന് ചില ചിത്രങ്ങളുടെ അടിയിൽ എഴുതിയിട്ടുണ്ട്. ചിത്രങ്ങൾ എല്ലാം തന്നെ അതിഭംഗിയോടെ വൃത്തിയോടും സൂക്ഷിച്ചിരിക്കുന്നു. നെയ്തെടുത്ത തുണിത്തരങ്ങളിൽ തീർത്ത ചിത്രങ്ങളുമുണ്ട്. അവയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ട് ഗാലറിയുടെ വിശദീകരണങ്ങൾ അടങ്ങിയ ടീഷർട്ടുകളും ബുക്കുകളും പുസ്തകങ്ങളും ഇവിടെ നമുക്ക് മേടിക്കാൻ ലഭിക്കും. ഇത് അങ്ങനെയൊരു ഷോറൂമാണ്. നമുക്ക് ആർട്ട് ഗാലറിയിൽ നിന്ന് കിട്ടുന്ന ചില വസ്തുക്കൾ വിൽക്കുന്ന കടയാണിത്. അത് മുന്നിലായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ കയറി ചെല്ലുന്നത് റിസപ്ഷനിലേക്കാണെങ്കിലും ഇടത്തും വലത്തുമായി അങ്ങനെ ഒരു ഷോറൂമാണ് ഉള്ളത്. എന്താണ് നോക്കുന്നത്? മനോഹരമായി വെച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങൾ നമുക്ക് എടുത്ത് നോക്കി ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. എന്നെ അവിടുത്തെ ചില ചിത്രങ്ങൾ അതിമനോഹരമാക്കി തീർത്തു. ക്രിയേറ്റീവ് വർക്കുകൾ എന്ന് അറിയപ്പെടുന്ന ചില ബുക്കുകളും ഇവിടെയുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കണ്ട് ആസ്വദിക്കാവുന്ന ചില ചിത്രങ്ങളാണ് ഇവിടെയുള്ളത്. ടോയ്ലറ്റാണ്. ചേർന്ന് തന്നെ അതിമനോഹരമായ ഒരു ടോയ്ലറ്റും ഒരുക്കിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ല ഉയർന്ന നിലവാരത്തിൽ തന്നെ അവർ ക്രമീകരിച്ചിരിക്കുന്നു. വൃത്തിയോടെയാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഗാലറി ഉണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? ഈ ആർട്ട് ഗാലറിയുടെ ഉള്ളിലാണ്. പൈസ മേടിക്കുന്നതും ടോയ്ലറ്റിൽ ചെന്ന വൃത്തിയും കാണുക അലങ്കരിച്ചിരിക്കുന്ന. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എല്ലാം വൃത്തിയോടുകൂടി തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഇത് ഈ ആർട്ട് ഗാലറിയുടെ ഓരോ ഭാഗത്തേക്കുമുള്ള വിവരങ്ങളാണ്. കയറി റിസപ്ഷൻ്റെ പിന്നിലായി അതിമനോഹരമായ ഒരു വലിയ ഹോള് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു അതിവിശാലമായ തുണിത്തരങ്ങൾ ഓപ്പൺ കൊറിഡോറിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ചില കലാകാരന്മാരുടെ പുതിയതായ ഡിജിറ്റൽ ടെക്നോളജിയുടെ ചിത്രങ്ങളും വെച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഹാന്മാരായ തീർത്ത ചിത്രകാരന്മാരുടെ ഡ്രോയിങ്ങുകളും ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് എന്ന് നാം ഓർക്കണം. വ്യത്യസ്തമായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അവരെ നേരിട്ട് കാണുകയും അതിനോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചും എടുക്കേണ്ടതാണ്. എല്ലാം കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ക്ഷമിക്കുക. തുണിയിൽ തീർത്തിരിക്കുന്ന ഡിസൈനുകൾ
തുണിയിലാണ് ഈ വര ചിത്രങ്ങൾ. പല രാജ്യത്തു നിന്നുള്ള പല കലാകാരന്മാർ അവരുടെ കഴിവിനെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ പിന്നിലായി അതിമനോഹരമായൊരു ഗാർഡനുണ്ട്. വ്യത്യസ്തമായ പൂക്കൾ അവിടെ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാം. ഓയിൽ ക്യാൻവസ് 1992 വരച്ചതാണ് ആ ചിത്രം. ഇത് 2018 ചരിത്രമുറങ്ങുന്ന പല പത്ര പേജുകളുടെയും വാർത്തകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചില യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ലെറ്റർ ഹെഡിൽ തീർത്ത ലെറ്ററുകളുമുണ്ട്. ഓയിൽ ക്യാൻവാസിലാണ് ഈ ചിത്രം കൂടെ തീർത്തിരിക്കുന്നത്. 1991-92 കാലയളവിൽ തീർത്ത ചിത്രമാണിത്. അങ്ങനെ ഓരോ ചിത്രങ്ങളിലും അതിൻ്റെതായ വർഷങ്ങളും ഒക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിമനോഹരമായൊരു ചിത്രം തന്നെയാണിത്. ഒരു പരുന്ത് ചില മത്സ്യങ്ങളുടെ ഫോസിലുകൾ സൂക്ഷിച്ചിരിക്കുന്നു. അവയൊരു കലയാക്കി മാറ്റിയിട്ടുണ്ട്. പുരാതന കാലത്തെ ജീവിതശൈലികളും അന്നത്തെ ആചാരങ്ങളുമാണ് കൂടുതലായും ഈ ചിത്രങ്ങളിൽ പ്രതിധ്വനിക്കുന്നത്. ക്രൂശിലേറ്റിയ
മനുഷ്യരുടെ കഥ പറയുന്ന, അല്ലെങ്കിൽ ക്രൂശിലേറ്റിയ യേശുവിൻ്റെ കഥ പറയുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ്. ഒരു കാലത്ത് കുറ്റവാളികളെ ക്രൂശിലേറ്റുന്നത് റോമ സാമ്രാജ്യത്തിൽ നിലവിൽ നിന്നിരുന്നല്ലോ, അതിൻ്റെ ഓർമ്മയ്ക്ക് തുല്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ ചിത്രങ്ങളും ഓരോ കഥകൾ തന്നെയാണ് പറയുന്നത്. ചരിത്രത്തിൻ്റെ ഓർമ്മകൾ പറയുന്ന ഓരോ ചിത്രങ്ങളുമാണ് ഈ ആർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. നിരവധി ടൂറിസ്റ്റുകളും ആർട്ട് ഗാലറി സന്ദർശിക്കാറുണ്ട്. നമ്മളെ രജനീകാന്തിൻ്റെ ഷേപ്പുള്ള ഒരു പിക്ചറാണിത്. ദ കൗൺസിലർ 1996-98 വരച്ച ചിത്രമാണിത്. ഇതിൻ്റെയൊക്കെ നല്ല വൃത്തിയോടെയാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉൾവശം. ഹായ്. Yeah. You take videos of it. Just make sure there's no people when you when you're videoing. No, Thank you. I'm not making focusing on the face. Oh, yeah. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ ഇതുപോലെയുള്ള മേശകളും ബെഞ്ചുകളും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലൈബ്രറികളിൽ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യാം പുതിയ മോഡൽ ടേബിളുകൾ. നമ്മുടെ നാട്ടിൽ നമ്മൾ സമരത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ബാനറുകളും പോസ്റ്ററുകളും. അതിൻ്റെ ഒരു മോഡലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് റൂമിൻ്റെ, മോഡേണായിട്ടുള്ള ക്ലാസ് റൂമിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുട്ടികളെ എങ്ങനെ ഇരുത്തി പഠിപ്പിക്കണം, എങ്ങനെയാണ് സ്കൂള് അറേഞ്ച് ചെയ്യേണ്ടത്, ടേബിളിൽ നിറയെ പേപ്പറും പെൻസിലും ഒക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ വരുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പടം വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഇരുന്ന് വരയ്ക്കാവുന്ന ഒരു ക്രമീകരണം കൂടിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇവിടെ ഇരുന്ന് വരയ്ക്കാം. നമ്മുടെ കലയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ രാജ്യം കാണിക്കുന്ന മാതൃകയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആരെയും നിരാശപ്പെടുത്തുന്നില്ല, ആരോടും ദേഷ്യപ്പെടുന്നില്ല, വർണ്ണവിവേചനമില്ല,
രാഷ്ട്രീയ അല്ലെങ്കിൽ രാജ്യത്തിൻ്റേതായ ഒരു വിവേചനമില്ല. എന്താണ് ചെയ്യുന്നത്? കളിക്കുകയാണോ കളിക്കാൻ പഠിക്കുകയാണോ? ഓക്കെ, അങ്ങനെ ഞാനും വരയ്ക്കാനായിട്ട് തീരുമാനിച്ചു. നമ്മുടെ വള്ളമായിക്കോട്ടെ എന്ന് പറഞ്ഞു. ആടും തോടും കഴിയുന്ന നമ്മുടെ വള്ളത്തിൽ ഫിഷിംഗ് ബോട്ടായിക്കോട്ടെ. അങ്ങനെ അവസാനം നമ്മുടെ ചിത്രം പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ വരച്ച ചിത്രം ഇവിടെ സ്ഥാപിക്കുകയാണ്. അങ്ങനെ വരച്ച ചിത്രം നമ്മൾ ഈ ബോർഡിൽ സ്ഥാപിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആർട്ട് ഗാലറിയിലെ കാഴ്ച. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ടാസ് PDY എന്ന യൂട്യൂബ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.